12 മുതൽ 18 മാസം പ്രായമുള്ള കുഞ്ഞുങ്ങൾക്ക് മാംസാഹാര പാചകക്കുറിപ്പുകളെക്കുറിച്ചുള്ള സ്പോക്കൺ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം. ഈ ട്യൂട്ടോറിയലിൽ നമ്മൾ താഴെ പറയുന്നവ പഠിക്കും. 12 മുതൽ 18 മാസം പ്രായമുള്ള കുഞ്ഞുങ്ങൾക്ക് ഊർജത്തിന്റെ ആവശ്യകതകൾ, ചില പാചകക്കുറിപ്പുകൾ തയ്യാറാക്കൽ. 1 വയസ്സിന് ശേഷമുള്ള കുഞ്ഞുങ്ങൾ ക്രമാനുഗതമായി വളരുന്നു. അവരുടെ പോഷക ആവശ്യകത പ്രായത്തിനനുസരിച്ച് വർദ്ധിക്കുന്നു. ഈ ആവശ്യകതകൾ നിറവേറ്റുന്നതിന് പലതരം പോഷക ഇടതൂർന്ന ഭക്ഷണം നൽകണം. ഒരു ദിവസം പൂരക ഭക്ഷണത്തിൽ നിന്ന് 1010 കിലോ കലോറികൾ അവർക്ക് ആവശ്യമാണ്. 1 കപ്പ് ഭക്ഷണം ഒരു ദിവസം 5 തവണ നൽകണം. ഇതിൽ 3 പ്രധാന ഭക്ഷണവും 2 ലഘുഭക്ഷണവും നൽകാം. 1 കപ്പ് ഏകദേശം 250 മില്ലി അല്ലെങ്കിൽ 16 ടേബിൾ സ്പൂൺ ഭക്ഷണമാണ്. വീടുകളിൽ ഉണ്ടാക്കുന്ന ഭക്ഷണം കുഞ്ഞിന് ഏറ്റവും മികച്ചതാണെന്ന് എല്ലായ്പ്പോഴും ഓർക്കുക. കുഞ്ഞിന് ഭക്ഷണം സംഭരിക്കേണ്ടതാണെങ്കിൽ സുരക്ഷിത സംഭരണത്തെക്കുറിച്ചുള്ള നമ്മുടെ ട്യൂട്ടോറിയൽ കാണുക. കൂടുതൽ വിവരങ്ങൾക്ക് ദയവായി ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. പൂരക ഭക്ഷണത്തെക്കുറിച്ച് മറ്റൊരു ട്യൂട്ടോറിയലിൽ വിശദീകരിച്ചിട്ടുണ്ട്. ഈ ട്യൂട്ടോറിയലുകൾക്കായി ദയവായി ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. നമുക്ക് പാചകക്കുറിപ്പുകളിൽ ആരംഭിക്കാം. നമ്മുടെ ആദ്യത്തെ പാചകക്കുറിപ്പ് വെളുത്തുള്ളിയും വെണ്ണയും ചേർത്ത ചെമ്മീനാണ്. ഈ പാചകക്കുറിപ്പ് നടത്താൻ ആവശ്യമായ ചേരുവകൾ ഇവയാണ്: 80 ഗ്രാം ചെമ്മീൻ, 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി, 2 ടേബിൾ സ്പൂൺ മല്ലിയിലകൾ, ഒരു അരനാരങ്ങ, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ വെണ്ണ, പാകത്തിന് ഉപ്പ്. ആദ്യം ചെമ്മീൻ കഴുകി വൃത്തിയാക്കുക. ചെമ്മീനിന്റെ തലയും വാലും നീക്കം ചെയ്യുക. ചെമ്മീനിന്റെ പിൻഭാഗത്തുള്ള നാരുകൾ നീക്കം ചെയ്യാൻ ഒരു കത്തി ഉപയോഗിക്കുക. കത്തിയുടെ അഗ്രം അല്ലെങ്കിൽ വിരലുകൾ ഉപയോഗിച്ച് നാരുകൾ പുറത്തെടുത്ത് കളയുക. മറുവശത്തും ഇത് ചെയ്യുക. ഒരു ചട്ടിയിൽ കുറച്ച് വെണ്ണ ചൂടാക്കുക. അരിഞ്ഞ വെളുത്തുള്ളി ചേർത്ത് 1 മിനിറ്റ് വഴറ്റുക. ശേഷം അതിൽ വൃത്തിയാക്കിയ ചെമ്മീൻ ചേർക്കുക. കുറഞ്ഞ തീയിൽ വേവിക്കുക. ഉപ്പ്, കുരുമുളക് എന്നിവ ചേർത്ത് നന്നായി ഇളക്കുക. മുകളിൽ നാരങ്ങ നീര് തളിക്കുക. മല്ലിയില കൊണ്ട് അലങ്കരിക്കുക. വെണ്ണയും വെളുത്തുള്ളിയും ചേർത്ത ചെമ്മീൻ തയ്യാറായി. അടുത്ത പാചകക്കുറിപ്പ് സ്റ്റഫ് ചെയ്ത മുട്ടകളാണ്. ഈ പാചകക്കുറിപ്പിന് നിങ്ങൾക്ക് ആവശ്യമായവ 2 വേവിച്ച മുട്ടകൾ, 1 ടേബിൾ സ്പൂൺ കട്ടിയുള്ള തൈര്, 1 ടേബിൾ സ്പൂൺ അരിഞ്ഞ ക്യാപ്സിക്കം, 1 ടേബിൾ സ്പൂൺ ക്യാരറ്റ്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, പാകത്തിന് ഉപ്പ്. പാകം ചെയ്യുന്ന വിധം: വേവിച്ച മുട്ടകൾ പകുതിയായി മുറിക്കുക. മുട്ടയുടെ മഞ്ഞക്കരു വേർതിരിച്ച് ഒരു പാത്രത്തിൽ കൈമാറുക. കട്ടിയുള്ള തൈര്, പച്ചക്കറികൾ, ഉപ്പ്, കുരുമുളക് പൊടി എന്നിവ ചേർക്കുക. കുട്ടിയുടെ മുൻഗണന അടിസ്ഥാനമാക്കി നിങ്ങൾക്ക് മറ്റ് സുഗന്ധവ്യഞ്ജനങ്ങൾ ചേർക്കാനും കഴിയും. എല്ലാം നന്നായി കലർത്തി മുട്ടയുടെ മഞ്ഞക്കരു 1 സ്പൂൺ അല്ലെങ്കിൽ ശുദ്ധമായ കൈ കൊണ്ട് ഉടയ്ക്കുക. മിശ്രിതം വേവിച്ച മുട്ടയുടെ വെള്ളയിൽ വീണ്ടും ചേർക്കുക. നന്നായി അലങ്കരിച്ച് കുഞ്ഞിന് കൊടുക്കുക. നമ്മുടെ മൂന്നാമത്തെ പാചകക്കുറിപ്പ് മസാല തേച്ച മത്തി വറുത്തതാണ്. ഈ പാചകക്കുറിപ്പ് നിർമ്മിക്കുന്നതിന് പ്രാദേശികമായി ലഭ്യമായ ഏതെങ്കിലും ഉണങ്ങിയ മത്സ്യം നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഞാൻ ഉണങ്ങിയ മത്തി ഉപയോഗിക്കുന്നു. ആവശ്യമായ ചേരുവകൾ ഇവയാണ്: 20 ഗ്രാം ഉണങ്ങിയ മത്തി, 1/2 സവാള, 1/2 തക്കാളി, 2 മുതൽ 3 വെളുത്തുള്ളി, 4 മുതൽ 5 കറിവേപ്പില, വിത്തുകൾ ഇല്ലാതെ 1 കോകം അല്ലെങ്കിൽ പുളി. ആവശ്യമായ സുഗന്ധവ്യഞ്ജനങ്ങൾ ഇവയാണ്: 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി. പാചകം ചെയ്യുന്ന രീതി:
ഉണങ്ങിയ മത്സ്യത്തിന്റെ വാലും തലയും നീക്കം ചെയ്ത് വൃത്തിയാക്കുക. 30 മിനിറ്റ് വെള്ളത്തിൽ മുക്കിവെക്കുക. അധിക ഉപ്പും അഴുക്കും നീക്കം ചെയ്യുന്നതിന് അവ നന്നായി കഴുകുക. അതിനുശേഷം അധികമുള്ള വെള്ളം കളയുക. ഒരു ചട്ടിയിൽ എണ്ണ ചൂടാക്കി അരിഞ്ഞ വെളുത്തുള്ളി, കറിവേപ്പില എന്നിവ ചേർക്കുക. അരിഞ്ഞ ഉള്ളി ചേർത്ത് ഇളം പിങ്ക് നിറമാകുന്നതുവരെ വഴറ്റുക. അതിനുശേഷം തക്കാളി, കോകം, സുഗന്ധവ്യഞ്ജനങ്ങൾ എന്നിവ ചേർക്കുക. നന്നായി ഇളക്കി 1 മുതൽ 2 മിനിറ്റ് വരെ വഴറ്റുക. ഇതിലേക്ക് വൃത്തിയാക്കിയ മത്തി ചേർക്കുക. നിങ്ങൾക്ക് 1 മുതൽ 2 ടേബിൾ സ്പൂൺ വരെ വെള്ളം ചേർക്കാൻ കഴിയും. കുറച്ചുനേരം കുറഞ്ഞ തീയിൽ വേവിക്കുക. ഉണക്കമത്തി മസാല തയ്യാറാണ്. നമ്മുടെ അവസാന പാചകക്കുറിപ്പ് മട്ടൻ കുഴമ്പാണ്. ഈ പാചകക്കുറിപ്പ് നിർമ്മിക്കാൻ ആവശ്യമായ ചേരുവകൾ: 100 ഗ്രാം എല്ലില്ലാത്ത മാംസം, 1 ടേബിൾ സ്പൂൺ ചാമ, 1/2 കപ്പ് പയർവർഗ്ഗങ്ങൾ, 1 അരിഞ്ഞ സവാള, 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1 പിടി മല്ലിയില, 1/2 നാരങ്ങ. ആവശ്യമുള്ള സുഗന്ധവ്യഞ്ജനങ്ങൾ ഇവയാണ്: 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ജീരകം, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, രുചിക്കനുസരിച്ച് ഉപ്പ്, പിന്നെ 1 ടേബിൾ സ്പൂൺ എണ്ണ അല്ലെങ്കിൽ നെയ്യ് എടുക്കുക. പാചകം ചെയ്യുന്ന രീതി: 6 മുതൽ 8 മണിക്കൂർ വരെ പയറുവർഗ്ഗങ്ങൾ കഴുകി കുതിർത്ത് വെക്കുക. അതുപോലെ തന്നെ ഒരു പ്രത്യേക പാത്രത്തിൽ ചാമ കുതിർത്ത് വെക്കുക. മട്ടൺ കഷ്ണങ്ങൾ കഴുകി വൃത്തിയാക്കുക. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതിൽ പുരട്ടുക. ഇത് 20 മുതൽ 30 മിനിറ്റ് വരെ വെക്കുക. പ്രഷർ കുക്കറിൽ എണ്ണ അല്ലെങ്കിൽ നെയ്യ് ചൂടാക്കുക. ഇതിലേക്ക് അരിഞ്ഞ ഉള്ളി ചേർക്കുക. സ്വർണ്ണ നിറമാകുന്നതുവരെ വഴറ്റുക. പയർവർഗ്ഗങ്ങളും ചാമയും അതിൽ ചേർക്കുക. മട്ടൺ കഷ്ണങ്ങളും എല്ലാ സുഗന്ധവ്യഞ്ജനങ്ങളും ചേർക്കുക. എല്ലാം നന്നായി ഇളക്കുക. 1 ഗ്ലാസ് വെള്ളവും ചേർത്ത് കുക്കറിൽ 15 മുതൽ 20 മിനിറ്റ് വരെ വേവിക്കുക. ഒരു വിസിൽ കേൾക്കുന്നതുവരെ ഉയർന്ന തീയിൽ വേവിക്കുക. 1 വിസിൽ കഴിഞ്ഞ് തീ കുറച്ച് 10 മുതൽ 15 മിനിറ്റ് വേവിക്കുക. മർദ്ദം പോകാൻ അനുവദിക്കുക. എന്നിട്ട് അടപ്പ് തുറക്കുക. കുഴമ്പ് ഒരു പാത്രത്തിലേക്ക് മാറുക. 1 സ്പൂൺ ഉപയോഗിച്ച് അതിൽ നിന്ന് മട്ടൺ കഷ്ണങ്ങൾ നീക്കം ചെയ്യുക. തണുപ്പിച്ച ശേഷം ശുദ്ധമായ കൈകൊണ്ട് തിരുമുക. തുടർന്ന് അത് കഞ്ഞിയിലേക്ക് ഇടുക. നാരങ്ങാനീര് തളിക്കുക. മല്ലിയില കൊണ്ട് അലങ്കരിക്കുക. മട്ടൺ കുഴമ്പ് തയ്യാറാണ്. ഈ പാചകങ്ങളെല്ലാം പ്രോട്ടീൻ, ഇരുമ്പ്, കോളിൻ, സിങ്ക് എന്നിവയുടെ മികച്ച ഉറവിടങ്ങളാണ്. വിറ്റമിൻ B12, വിറ്റമിൻ D, ഫോലേറ്റ്, പൊട്ടാസ്യം കൂടാതെ മഗ്നീഷ്യം എന്നിവ കൊണ്ടും സമ്പന്നമാണ്. നല്ല ആരോഗ്യത്തിനായി കുഞ്ഞിന്റെ ഭക്ഷണത്തിൽ ഈ പാചകക്കുറിപ്പുകളെല്ലാം ഉൾപ്പെടുത്തുക. ഇത് ട്യൂട്ടോറിയലിന്റെ അവസാനത്തിലേക്ക് നമ്മെ കൊണ്ടുവരുന്നു. കണ്ടതിന് നന്ദി.